ഹായ് ഹലോ എല്ലാവർക്കും സുഖമല്ലേ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു നിക്കാഹിന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു സിമ്പിളായിട്ടുള്ള കേക്കാണ്. അപ്പം നമുക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള കേക്കിന് എങ്ങനെയാണ് അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, അത് നല്ല ഹൈറ്റുള്ള ടോൾ കേക്ക് ആകുമ്പോഴെങ്ങനെയാണ് ചെയ്യുക, നോർമൽ ആകുമ്പോഴെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കിതിൽ കാണാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വാഞ്ചോ ആണ് ഫ്ലേവർ കൊടുക്കുന്നത്. സ്പഞ്ച് 1 kg ബാറ്റർ ഉണ്ടാക്കിയതിന് ശേഷം 2/7 നമ്മൾ സെയിം അളവിലാണ് ഡിവൈഡ് ചെയ്തിട്ട് ഒഴിക്കുന്നത്. നേരെ പകുതി വാനില സ്പഞ്ച് ഒരു ടിന്നിൽ ഒഴിച്ച് ബേക്ക് ചെയ്തു. അതിൻ്റെ ബാക്കി വരുന്ന സ്പഞ്ച് ബാറ്ററിലേക്ക് നമ്മൾ കൊക്കോ പൗഡറും കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പഞ്ച് വേറെ ഉണ്ടാക്കി. അപ്പോൾ 2 സ്പഞ്ച് നമ്മൾ രണ്ട് ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമലി കൊടുക്കുന്നതാണെങ്കിൽ ഒരു ലെയറിന് മാത്രം ഒരു ടിന്നിലേക്ക് ഒഴിക്കും, ബാക്കി 2 ലെയറിനുള്ളത് വേറെ രണ്ടാമത്തെ ടിന്നിലൊഴിക്കും. അങ്ങനെയാകുമ്പോൾ ടോട്ടലി 3 ലെയർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടും ഒരേ അളവിൽ ഒഴിക്കുന്ന സമയത്ത് രണ്ടും കറക്റ്റായിട്ട് 4 ലെയേഴ്സായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ആകുന്ന സമയത്ത് ഒരു പൊടിക്ക് ഹൈറ്റ് കൂട്ടാൻ പറഞ്ഞതുകൊണ്ടാട്ടോ ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വെയിറ്റ് അത്യാവശ്യം നന്നായിട്ട് കയറും. അത്യാവശ്യം നന്നായിട്ട് കയറും എന്ന് പറഞ്ഞാൽ നമ്മൾ 1 കിലോടൊക്കെ പറഞ്ഞാൽ 1.300 മാത്രമല്ല 1.5 കിലോ അടുപ്പിച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു കേക്കിന്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നതിനേക്കാളും എക്സ്ട്രാ ഫില്ലിങ്സ് വരുന്നുണ്ട്, എക്സ്ട്രാ വെയിറ്റ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് എക്സ്ട്രാ ആവുന്ന സമയത്ത് എക്സ്ട്രാ എന്തായാലും നമ്മൾ പൈസയും വാങ്ങണം. അപ്പം ഒരു പൊടിക്ക് ഒരുപാട് ഹൈറ്റ് ആയിട്ടുള്ള ടോളായിട്ടുള്ള ബോക്സ് വേണ്ട, അത്യാവശ്യം ഒരു പൊടിക്ക് ഹൈറ്റ് മതി. പൊടിക്ക് മീൻസ് നോർമലി ഹൈറ്റിൽ നിന്നും ഒരു കുറച്ച് ഹൈറ്റ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്തിട്ടുള്ളത്. ടോൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ 6 ഇഞ്ചിൻ്റെ ടിന്നിലായിട്ടാണ് ബേക്ക് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ 2/7 ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലെ ഫില്ലിങ്സ് എന്താണെന്ന് നിങ്ങൾ കണ്ടില്ലേ. വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ചെയ്തിട്ടുള്ള ക്രീമും രണ്ടും ഓരോ ലെയറിൽ ചോക്ലേറ്റ് സ്പഞ്ച് വെറ്റ് ചെയ്യുക, ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള ക്രീം സ്പ്രെഡ് ചെയ്തു, പിന്നെ വീണ്ടും ചോക്ലേറ്റ് ഗനാഷ് ഫില്ല് ചെയ്തു, വാനില സ്പഞ്ച് വെച്ചു, അതൊന്ന് വെറ്റ് ചെയ്തു, വാനില ഫ്ലേവർഡ് ആയിട്ടുള്ള ആ ഒരു ക്രീം സ്പ്രെഡ് ചെയ്തു. അതിനുശേഷം വാനിലയുടെ മുകളിലായിട്ട് നമ്മൾ 2 ലെയറിലായിട്ടും നട്ട്സും കൊടുക്കുന്നുണ്ട്. ഓരോ ലെയറിലും ഓരോ തരത്തിലുള്ള ഗനാഷും കൊടുക്കുന്നുണ്ട് കേട്ടോ. വൈറ്റും കൊടുത്തു, ഡാർക്കും കൊടുത്ത് സെറ്റാക്കി ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ തലേന്ന് രാത്രി തന്നെ ക്രം കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നമുക്കിത് ഡെലിവറി ചെയ്യണം. 10-12 മണി ആ ഒരു ടൈമിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കസ്റ്റമർ ലാസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ ഹൗസ് വാമിങ്ങിന് പോവേണ്ട ആ ഒരു തിരക്കുണ്ട്. അപ്പം പോകാൻ വേണ്ടിയിട്ടുള്ള തിരക്കിനിടയിലാണ് കസ്റ്റമർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കസിൻ തന്നെയായിരുന്നു. വൈകുന്നേരത്തേക്ക് മതി, നേരത്തെ കാലത്ത് അവർക്ക് വീട്ടിൽ കൊണ്ടുവെക്കണ്ടല്ലോ, കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് വന്നിട്ട് വാങ്ങിക്കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ അവർ പറഞ്ഞൊരു സ്ഥലത്തേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെ വാങ്ങിയിട്ട് നിക്കാഹിൻ്റെ ഫംഗ്ഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. മാഷാ അല്ലാഹ് നല്ല ഫീഡ്ബാക്ക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് ആക്കിയിട്ട് കൊടുത്തിട്ട് വേണം എനിക്ക് ഇക്കാക്കയുടെ ഹൗസ് വാമിങ്ങിന് പോകാൻ. ഇക്കാക്കയുടെ ബർത്ത്ഡേ അല്ല കേട്ടോ, ഹൗസ് വാമിങ്ങിന്. മാഷാ അല്ലാഹ് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ കേക്ക് എന്ന് പറയുന്നത് ഫുള്ളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് കളർ മതി എന്ന് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മതി. പിന്നെ അവരൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു രീതിയിലുള്ള ലൈൻസ് കൊടുത്തിട്ടുള്ള നമ്മുടെ ഈ സ്ക്രീപ്പർ വെച്ചിട്ടുള്ള ലൈൻസ് കൊടുത്തിട്ടുള്ള ഡിസൈൻ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഒരു ലൈൻസ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് തിന്നായിട്ട് ക്രീം കൊടുക്കാൻ പാടില്ല, അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ക്രീം കൊടുക്കുക. അത് ക്രീം കൊടുത്തതിന് ശേഷം സ്ക്രേപ്പ് ചെയ്യുന്ന സമയത്ത് എക്സസ് ആയിട്ടുള്ള ക്രീം ഒഴിവായിട്ട് പോകും. അതിനുശേഷം സൈഡ് ഒന്ന് നീറ്റ് ചെയ്തിട്ട് മുകൾ ഭാഗം കൂടി ഒന്ന് നീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ ആദ്യം ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഒരു സൈഡ് ഞാൻ ആ ഒരു നീറ്റ്നെസ് കറക്റ്റായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം വീണ്ടും ഞാൻ മുകൾ ഭാഗം ഒക്കെ ഒന്ന് ലെവലൈസ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിനുശേഷം അവർ പറഞ്ഞിട്ടുള്ള ഫ്ലവേഴ്സ്, അതായത് കുഞ്ഞു ഫ്ലവേഴ്സ് മതി. ആ ഒരു ടൈപ്പിൽ 1-2 ഫ്ലവേഴ്സ് മാത്രം, താഴെ 2 മുകളിൽ 2 ആയിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനും മതി എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഇതുപോലെ തന്നെ അവർ ചൂസ് ചെയ്തിട്ടുള്ള ഫ്ലവർ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് മാത്രമല്ല, നമ്മൾ ഈ ഒരു വെച്ച് കൊടുക്കുന്ന ലീഫ്, ആ ഒരു വൈറ്റ് ബഡ്, അതൊക്കെ നമുക്ക് ക്യാഷ് കൊടുത്ത് വാങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ക്യാഷ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവറിന് 13-15 ആ ഒരു റേഞ്ചാണ് ഒരു ഫ്ലവറിന് വരുന്നത്. ആ ഒരു ബഡ് സാധനം കിട്ടുന്നതും 15 രൂപയാണ്. ലീഫിന് 15 to 20, കുറച്ചുകൂടി ഉണ്ടെങ്കിൽ 20-25 വരും. അപ്പോൾ 15-20-25 ആ ഒരു റേഞ്ചിലാണ് നമ്മൾ വെക്കുന്നത്. ഏതൊക്കെയാണോ അതിൻ്റെ ഒക്കെ റേറ്റ് വരും. പിന്നെ നമ്മൾ ഷുഗർ ബീഡ്സ് അത്യാവശ്യം
കുറേ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളൊരു ബോട്ടിൽ ഫുള്ളായിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബോട്ടിലിൻ്റെ പൈസയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കാലിൽ ഒന്ന് ആ ഒരു രീതിയാണ് എങ്കിൽ ആ ഒരു റേറ്റും പിന്നെ നമ്മൾ ഷുഗർ ബീറ്റ്സ് അല്ലാതെ പിന്നെ നമ്മൾ കൊടുക്കുന്നത് ഗോൾഡൻ ലീഫാണ് ആ ഒരു ഗോൾഡൻ ഫ്ലേക്സിൻ്റെ റേറ്റ്. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ബോട്ടിൽ വാങ്ങുന്നത് എത്രയാണോ എന്നല്ല, അതിൽ നിന്ന് നമ്മൾ എത്രയാണോ വെക്കുന്നത് അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് കസ്റ്റമറിനോട് റേറ്റ് പറയുക. പല കേക്കിൻ്റെയും നമ്മൾ പല സാധനങ്ങളും എക്സ്ട്രാ കൂട്ടാറില്ല. പക്ഷെ ഒരുപാട് അളവിൽ കൂടുതൽ ചേർക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഓരോ സാധനത്തിൻ്റെയും റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ കേക്ക് കൊടുക്കുമ്പം നല്ല ടോളായിട്ടുള്ള കേക്കാണെങ്കിൽ ടോൾ ബോക്സിന് 60, 50, 60, 70 ആ ഒരു റേഞ്ചിൽ ഓരോ ബോക്സിൻ്റെ റേറ്റ് അനുസരിച്ച് അതും കൂടെ നമ്മൾ കേക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പം 500 രൂപയാണ് കേക്കിന് പ്രൈസ് എങ്കിൽ നമ്മൾ ടോൾ കേക്കാണെങ്കിൽ എക്സ്ട്രാ അതിൻ്റെ ടോൾ റേറ്റ് 100, 2 ടയർ ആണെങ്കിൽ അതിനേക്കാളും എക്സ്ട്രാ വരും. പിന്നെ നമ്മൾ ബോക്സ് ടോൾ ബോക്സ് ആണെങ്കിൽ ടോൾ ബോക്സിൻ്റെ റേറ്റ് എക്സ്ട്രാ വരും. അല്ലാതെ നമ്മൾ സിമ്പിളായിട്ടുള്ള നോർമൽ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് റേറ്റ് ഒന്നും കൂട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ എക്സ്ട്രാ കുറച്ച് വലിപ്പമുള്ള സ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നതെങ്കിൽ സ്റ്റിക്കിൻ്റെ റേറ്റ് 50, 60 റേറ്റ് അത് കൂട്ടും. അപ്പം കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് ലിസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, കേക്കിന് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എക്സ്ട്രാ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു വീഡിയോ ഇൻഷാല്ലാ ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. എങ്ങനെയാണ് കേക്കിന് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡിസൈൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് പാക്കിങ്ങിന് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വൈറ്റിന് ഗോൾഡൻ ഫ്ലേക്സ് ഒരു സൈഡിൽ നിന്നും ആ ഒരു ഫ്ലവറിൻ്റെ അടുത്തോട്ടേക്ക് പോകുന്ന ആ ഒരു രീതിയിൽ വെച്ച് കൊടുത്തു. പിന്നെ കുറച്ചും കൂടെ വലുപ്പം ഉള്ളതും ചെറുതുമായിട്ടുള്ള, ഒരുപാട് ചെറുതല്ല അത്യാവശ്യം വലുപ്പമുള്ള ഗോൾഡൻ ഷുഗർ ബീഡ്സ് 3 ആയിട്ട് 2 താഴെയും അതിൻ്റെ മുകളിൽ ഒന്നായിട്ട് അങ്ങനെ ഒരു 3-4 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കൊടുത്തു. ഫ്രണ്ട് പോർഷൻസിൽ വരുന്നത് മാത്രമായിട്ട് നമ്മളെപ്പോഴും കേക്ക് ബോക്സ് ബേസ് കേക്കിനേക്കാളും എക്സ്ട്രാ വലിപ്പം ഉള്ളത് വാങ്ങണം. ഇല്ല നമ്മൾ സെയിം ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ടോട്ടേക്ക് കൊടുക്കുക. ഫ്രണ്ടിൽ ഫോട്ടോസ് എടുക്കുന്നിടത്ത് എപ്പോഴും ബേസ് അത്യാവശ്യം വലിപ്പമുള്ളതായിരിക്കണം കേട്ടോ. നമ്മൾ അവർ റേഞ്ച് അനുസരിച്ച് എത്രയാണ് ക്യാഷ് എന്നതനുസരിച്ച് കുറച്ചും കൂടെ വലിയ ബേസും ഡ്രം ബേസ് അങ്ങനെയുള്ള എക്സ്ട്രാ നല്ല റേറ്റുള്ള ബേസും ബോക്സും ഒക്കെ നമ്മൾ ചൂസ് ചെയ്യും. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യപ്രകാരമാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കേക്കൊക്കെ ഡെലിവറി ചെയ്തതിന് ശേഷം മാഷാല്ലാ ഇക്കാക്കട വീട്ടിൽ കൂടുന്നതിൻ്റെ തലേത്തെ ദിവസമാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാത്രിക്ക് എല്ലാം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പ്ലംബിങ്ങിൻ്റെ ആൾക്കാർ വന്ന് പിന്നെ വേസനും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്ത വീട് വീണ്ടും അലങ്കോലാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെയും വീണ്ടും വൃത്തിയാക്കുക. കാരണം നമുക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാലും ഒരുപാട് ക്ലീനിങ് ചെയ്താലും വീണ്ടും അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അത് ക്ലീനിങ്ങിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരും. അപ്പം രാത്രി 1-2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോയി. എന്നിട്ട് അവിടെ നിന്ന് പിറ്റേ ദിവസം എന്ന് പറയാനില്ല, അന്ന് തന്നെ ഒരു 3:30-4 മണിൻ്റെ ഉള്ളിൽ നമ്മൾ വീണ്ടും തിരിച്ച് സുബൈ നിസ്കാര ശേഷം സുബൈക്ക് ബാങ്ക് കൊടുത്തതിന് ശേഷം വീട് തുറന്നു. അതിന് ശേഷമാണ് നമ്മളിതൊക്കെ കഴിഞ്ഞു. പാല് കാച്ചലും ഉസ്താദുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അന്നത്തെ ദിവസം മാഷാല്ലാ നല്ല രീതിയിൽ തന്നെ നല്ല എല്ലാവരും ഫാമിലി മൊത്തത്തിലൊന്ന് കൂടിയിട്ട് ഹൗസ് വാമിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫാമിലിയും എല്ലാ ബന്ധുക്കളും അയൽവാസികളും അങ്ങനെ എല്ലാവരുമായിട്ട് ഈ ഒരു ഫംഗ്ഷൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 ദിവസമായിട്ടോ. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഹൗസ് വാമിങ് ഉണ്ടായിരുന്നത്. അപ്പം കുറേ ആൾക്കാർ ചോദിക്കും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുള്ള ഫോട്ടോസ് കേക്കിൻ്റെ ഒക്കെ ഫോട്ടോസിൻ്റെ വീഡിയോസ് എന്താ ഇടാത്തതെന്ന്. കുറച്ച് ആൾക്കാർ ഞാൻ സ്റ്റാറ്റസ് ഇട്ടുന്ന സമയത്ത് ഈ വീഡിയോസ് എപ്പോഴാണ് ഇടുക എന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവർക്ക് തന്നെ അറിയാം ഞാൻ ഒരുപാട് കേക്കിൻ്റെ ഫോട്ടോസൊന്നും ചിലത് വീഡിയോസും ഫോട്ടോസും എടുക്കും, ചിലത് ഫോട്ടോസ് പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയാവും, ചിലത് വീഡിയോസ് ഒട്ടും എടുക്കില്ല. എന്നാൽ വീഡിയോസ് എടുത്ത വീഡിയോ ആണെങ്കിലോ അത് എഡിറ്റ് ചെയ്തിട്ടിടാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് സ്ലോ ആണ്. അപ്പോൾ ഒരുപാട് ദിവസത്തിന് ശേഷമാണ് ഇന്ന് നമ്മൾ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അത്രയും തിരക്കും കുറച്ച് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ്.
അപ്പോൾ ഇത് വർക്ക് ഏരിയ ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്ത് മനസ്സിലാവുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചില വീഡിയോസൊക്കെ ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോ കാര്യങ്ങളും വീഡിയോസ് ഒരു കാര്യം നമ്മൾ വീഡിയോ എടുത്ത് കുറച്ച് കഴിയുമ്പോഴേക്കും ആദ്യം ഇവിടെ സെറ്റ് ആക്കിയിട്ടില്ല എന്ന് വെച്ച് വീണ്ടും വീഡിയോ എടുക്കും. പിന്നെ വീസൺ ആ ഒരു കാര്യം വാഷ് വോയിസ് അത് ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോസ് എടുത്തതിന് ശേഷമാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീണ്ടും അത് വീഡിയോസ് എടുത്തു. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വീണ്ടും എടുത്തിട്ട് വീഡിയോയുടെ കൂടെ വീണ്ടും ജോയിൻ ചെയ്യുക, അങ്ങനെ കുറച്ച് പണിപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരേ ലെവലിൽ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് അത് കണ്ടിന്യൂസ് ആയിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര ബുദ്ധിമുട്ട് വരില്ല. നമ്മൾ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ടൊക്കെ ആകുമ്പോൾ ഒരു മിനിറ്റിന് താഴോട്ടാണ് വീഡിയോസ് എഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇത്രയും ലോങ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് അത് ചെറുതാക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഇടയിൽ വീണ്ടും എക്സ്ട്രാ വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കുത്തിത്തിരികെ ഇടാന്ന് പറഞ്ഞാൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയുടെ ആ ഒരു പോർഷൻ കൂടി ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അത് കുറച്ച് സ്പീഡപ്പ് ആക്കിയിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും നമ്മുടെ വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയട്ടോ. അപ്പോൾ നമ്മൾ ആ കേക്കിൻ്റെ ബാക്കി നമ്മൾ മടി പിടിച്ചിട്ട് വെച്ചിട്ടുള്ള പല വീഡിയോസും പെട്ടെന്ന് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കുറേ ഡിസൈൻസ് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടതും ഇടാത്തതുമായിട്ടുള്ള കുറേ വീഡിയോസ് ഉണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതൊക്കെ ആയിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പുതിയ കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.